അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ തഫ്സീറിൻ്റെ ക്ലാസ്സിൽ സൂറത്തു തക്വീർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറത്തു അബസയാണ് നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 80-ാമത്തെ അധ്യായമാണ് അബസ. ഈ അധ്യായം അവതീർണമായത് മക്കയിലാണ്. 42 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഈ അധ്യായത്തിന് ഏറ്റവും പ്രസിദ്ധമായ പേര് സൂറത്തു അബസ എന്ന് തന്നെയാണ്. എന്നാൽ ഈ അധ്യായത്തിന് മറ്റു ചില പേരുകൾ മുഫസ്സിറുകൾ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒന്ന്, സൂറത്തു ഇബ്നു ഉമ്മു മക്തൂം. സൂറത്തു ഇബ്നു ഉമ്മു മക്തൂം എന്നീ അധ്യായത്തിന് ചില പണ്ഡിതന്മാർ നാമകരണം നടത്തിയിട്ടുണ്ട്. സൂറത്തു സ്വാഖ. സൂറത്തു സ്വാഖ ഈ അധ്യായത്തിൽ കടന്നു വരുന്ന ഒരായത്തിലെ പദമാണ് സ്വാഖ. ഫഇദാ ജഅതി സ്വാഖ എന്ന് തുടങ്ങുന്ന ആയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂറത്തു സ്വാഖ എന്ന ഒരു നാമമുണ്ട് ഈ അധ്യായത്തിന്. സൂറത്തു സഫറ. സൂറത്തു സഫറ എന്നീ അധ്യായം അറിയപ്പെടാറുണ്ട്. അതും ഈ അധ്യായവുമായി ബന്ധപ്പെട്ട പദമാണ്. സൂറത്തുൽ അഅമ. സൂറത്തുൽ അഅമ. സൂറത്തുൽ അഅമ എന്നുള്ളതും സൂറത്തു ഇബ്നു ഉമ്മു മക്തൂം എന്നതും ഒരു വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. അഅമ, അന്ധൻ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, അതാണ് സൂറത്തുൽ അഅമ. പിന്നെയോ സൂറത്തു ഇബ്നു ഉമ്മു മക്തൂം. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിനെ സൂറത്തു ഇബ്നു ഉമ്മു മക്തൂം എന്ന് പണ്ഡിതന്മാർ നാമകരണം ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വഴി നമുക്കത് വിശദീകരിക്കാം. ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത്, ഇത് ഖുർആനിൽ 24-ാമതായി അവതരിച്ച അധ്യായമാണ്. ഖുർആൻ്റെ ആ ഒരു അവതരണ ക്രമം എടുത്തു നോക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുന്നത് സൂറത്തു നജ്മിൻ്റെയും സൂറത്തു ഖദറിൻ്റെയും ഇടയിൽ 24-ാമതായി അവതീർണമായ അധ്യായമാണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യുന്നത് പരലോകമാണ്, വിശ്വാസപരമായ കാര്യങ്ങളാണ്. അതുതന്നെയാണ് ഈ അധ്യായത്തിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ഈ അധ്യായത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട്, സബബുൻ നുസൂലുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളായ നേതാക്കളുടെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കണം, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കണവരെ. ഖുറൈശികളിലെ പ്രമുഖരായ ആളുകൾ. നമുക്കത് വിശദീകരിക്കാം. ആയത്ത് പറഞ്ഞതിന് ശേഷം നമ്മൾ വിശാലമായി പറയും. അങ്ങനെ പ്രവാചകർ തിരുമേനി അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്നു പേരുള്ള പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഒരു അനുയായി, അദ്ദേഹം അന്ധനാണ്, അദ്ദേഹം നബിയുടെ സമീപത്തേക്ക് വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദീന് പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിലാണ്, പ്രബോധനത്തിലാണ്. അതും മക്കയിലെ ഖുറൈശികളുടെ നേതാക്കന്മാരോടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ആകട്ടെ നബിയുടെ സ്വഹാബിയാണ്, ദീന് സ്വീകരിച്ചയാളാണ്. മറ്റുള്ള ആളുകൾ ദീന് സ്വീകരിച്ചവരല്ല.
അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെ ഒന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല, ഗൗനിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു നബിയുടെ മേൽ കുറ്റമല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വിശദീകരിക്കും. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ച, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം അവതീർണമാകുന്നത് എന്നാണ് ഭൂരിപക്ഷം തഫ്സീറുകളിലും, മിക്ക തഫ്സീറുകളിലും ഇതിൻ്റെ സബബുൻ നുസൂലായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സംഭവമാണ്. ആ സംഭവം നമുക്ക് വിശാലമായി ഒന്ന് ഞാൻ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. ഖുർആനിലെ 80-ാമത്തെ അധ്യായമാണ്, മക്കിയായ സൂറത്താണ്. 42 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ അധ്യായത്തിൻ്റെ നാമങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല. വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന, ബൈഹാട്ടാക്കണം, ഹൃദ്യസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ലഘുവായി പഠിക്കാൻ സാധിക്കുന്ന ഒരധ്യായമാണ് അബസ വതവല്ല എന്ന് പറയുന്ന അധ്യായം, സൂറത്തു അബസ. അതുകൊണ്ട് തന്നെ മനപ്പാടമില്ലാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർ മനപ്പാടമാക്കണമെന്ന് സാന്ദർഭികമായി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തണം. ഒരു പലതവണ ആവർത്തിച്ച് നമ്മൾ ഓതിയാൽ മതി, നമുക്കത് പഠിക്കാൻ പറ്റും. മനസ്സിലായി? നിരന്തരം ഓതുക. ഖുർആനിൽ നോക്കി തന്നെ നമ്മളെന്ത് ഈ ആയത്തുകൾ ഒരു 10, 15, 20 തവണയൊക്കെ നമ്മൾ നോക്കി നമ്മൾ പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്ത് ഒരായത്ത് കുറേ തവണ ഓതുക, അതിൻ്റെ ശേഷം 2-ാമത്തെ ആയത്ത് നോക്കി ഓതുക, എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഓതുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പം എന്താണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്? അബസ വതവല്ല. അബസ വതവല്ല. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു. അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. അദ്ദേഹം അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. അബസ വതവല്ല. ഇനി എവിടുന്ന് അബസ വതവല്ല എന്ന ആയത്ത് കേട്ടാൽ നമ്മൾ മനസ്സിൽ വരണം, അദ്ദേഹം മുഖം ചുളിച്ചു, അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. മനസ്സിലായില്ലേ? അബസ വതവല്ല, അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു പോവുക. അബസ വതവല്ല. അൻജാഅഹുൽ അഅമ. അൻജാഅഹുൽ അഅമ. അൻജാഅ, തൻ്റെ അടുക്കൽ വന്നതിനാൽ. ജാഅ, വന്നു. അൻജാഅ, തൻ്റെ അടുക്കൽ വന്നതിനാൽ. ആര്? അൽ അഅമ, അന്ധൻ, ഒരു കുരുടനായ, അന്ധനായ, കണ്ണ് കാണാത്ത ഒരാൾ തൻ്റെ അടുക്കൽ വന്നതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. മനസ്സിലായോ? അബസ വതവല്ല അൻജാഅഹുൽ അഅമ. അൻജാഅഹുൽ അഅമ എന്താ അർത്ഥം? അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. എന്തുകൊണ്ട്? അൻജാഅഹുൽ അഅമ, തൻ്റെ അടുക്കൽ വന്നതിനാൽ. ആര് വന്നതിനാൽ? അൽ അഅമ, അന്ധനായ, കുരുടനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നതിനാൽ അദ്ദേഹം എന്ത് ചെയ്തു? മുഖം തിരിച്ചു, മുഖം ചുളിച്ചു, അതേപോലെ തന്നെ തിരിഞ്ഞു കളയുകയും ചെയ്തു. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. വമാ യുദ്രീക, നിനക്കെന്തറിയാം? വമാ അദ്റാക നമ്മൾ പഠിച്ചിട്ടുണ്ട്. വമാ യുദ്രീക, നിനക്കെന്തറിയാം? ലഅല്ലഹു, അവൻ ആയേക്കാം. ലഅല്ല, ആയേക്കാം. ഹു, അവൻ. ഇതിൻ്റെ ളമീർ മുകളിൽ പറഞ്ഞ അന്ധനുണ്ടല്ലോ, ആ അന്ധനായ ആൾ ആയേക്കാം. എന്ത്? യസ്സക്ക. യസ്സക്ക എന്ന് പറഞ്ഞാൽ പരിശുദ്ധി പ്രാപിക്കും, പരിശുദ്ധി പ്രാപിക്കും, അല്ലെങ്കിൽ പരിശുദ്ധി പ്രാപിച്ചേക്കാം. ലഅല്ലഹു യസ്സക്ക. തസ്കിയത്ത് അറിയാലോ, സംസ്കരണമാണ് തസ്കിയത്ത്. അപ്പോൾ നബിയെ, നിനക്ക് എന്തറിയാം? അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. അല്ലെങ്കിലോ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. അല്ലെങ്കിൽ ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും. അല്ലേ? തദ്കിർ എന്ന ഓർമ്മപ്പെടുത്തലാണ്, ഉപദേശമാണ്. ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അവൻ ഉപദേശം സ്വീകരിച്ചേക്കാം, ഓർമ്മിച്ചേക്കാം. എന്നിട്ട് ഫതൻഫഅഹു, എന്നിട്ട് അവന് ഉപകാരം ചെയ്യുകയും, ആ ഉപദേശം കൊണ്ട് അവൻ ഉപകാരം ചെയ്യുകയും. പിന്നെ ദിക്റ, ആ ഉപദേശം കൊണ്ട് സ്മരണ. നബി ഉപദേശം കൊടുക്കുമ്പോൾ ആ ഉപദേശം കൊണ്ട് എന്ത് ചെയ്യും? അത് അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. 4 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ച് വിശാലമായി
ധാരാളം മസ്അലകൾ കടന്നു വരുന്ന ഒരല്പം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമായതുകൊണ്ട് ആ 4 ആയത്തുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഈ ആയത്തിൻ്റെ അർത്ഥം എന്ത് ചെയ്യണം? മനസ്സിലുണ്ടാകണം. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലതിൻ്റെ അർത്ഥം ഇങ്ങനെ വരണം. അബസ വതവല്ല. അബസ എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു. വതവല്ല, അദ്ദേഹം എന്ത് ചെയ്തു? തിരിഞ്ഞു കളയുകയും ചെയ്തു. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. എന്തുകൊണ്ട്? അൻ ജാഅഹുൽ അഅമ, അന്ധനായ ആൾ വന്നതിനാൽ, അന്ധനായ മനുഷ്യൻ വന്നതിനാൽ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക, വമാ യുദ്രീക, നിനക്കെന്തറിയാം നബിയെ, നിനക്കെന്തറിയാം? ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. അല്ലെങ്കിലോ ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 4 ആയത്തുകളിലൂടെ പറയുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ 4 ആയത്തുകളെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജാഅ ഇബ്നു ഉമ്മി മക്തൂം ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുകല്ലിമു ഉബയ്യ് ഇബ്നു ഖലഫ് ഫഅറള അൻഹു فأنزل الله عبس وتولى أن جاءه الأعمى فكان النبي صلى الله عليه وسلم بعد ذلك يكرمه. എന്താണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം നബിയുടെ സമീപത്തേക്ക് വരികയാണ്. നബിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുകല്ലിം, അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക്? ഉബയ്യ് ഇബ്നു ഖലഫ്. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുശ്രിക്കുകളുടെ നേതാവാണ്, വലിയ നിഷേധിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഈ അന്ധനായ മനുഷ്യനെ, ഉമ്മു മക്തൂമിനെ ഒന്ന് തിരിഞ്ഞു കളഞ്ഞു, ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നമ്മൾ മറ്റുള്ള തഫ്സീറുകൾ, ഇബ്നു കസീർ മാത്രമല്ല, ഇമാം തൊബരി ആകട്ടെ, മറ്റുള്ള തഫ്സീറുകൾ, പല തഫ്സീറുകളും ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നേതാക്കന്മാരോട്, ഖുറൈശികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? നമ്മൾ ആ ചർച്ചയ്ക്കൊരു പ്രസക്തിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ അറിയുന്നതിൽ ഒരു പ്രസക്തിയുണ്ട്. എന്താണത്? പല തഫ്സീറുകളിലും കാണാം. നമ്മൾ വായിച്ച തഫ്സീറിൽ പറഞ്ഞതുപോലെ ഉബയ്യ് ഇബ്നു ഖലഫ് ഉണ്ട്, അതേപോലെ തന്നെ അംർ ഇബ്നു ഹിഷാം അഥവാ അബൂജഹലുണ്ട്, വലീദ് ഇബ്നു മുഗീറയുണ്ട്, സാഹിത്യ കാരണവരാണ് അദ്ദേഹം. ഉബയ്യ് ഇബ്നു ഖലഫിനെ നമ്മൾ പറഞ്ഞു. ഉമയ്യ് ഇബ്നു ഖലഫ് ഉണ്ട്, അതേപോലെ തന്നെ ഉതുബത്തുണ്ട്, ഷൈബത്തുണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഉണ്ട്. ഈ ആളുകളൊക്കെ പല തഫ്സീറുകളിൽ നിന്നാണ് ഈ പേരുകൾ എടുത്തിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ എല്ലാ പേരുകളും ഇല്ല. പല തഫ്സീറുകളും ക്രോഡീകരിച്ചാൽ ഈ ആളുകളൊക്കെ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ട്. പ്രവാചക തിരുമേനി ഈ ആളുകളോടൊക്കെ സംസാരിക്കണം. ഇവരാരാ? ഇവർ മക്കയിലെ പ്രമുഖരായ ആളുകളാണ്, മക്കയിലെ നേതാക്കന്മാരാണ്, ഖുറൈശികളുടെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതീക്ഷയോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവരോട് സംസാരിക്കുന്നത്. അവർ മാറിയേക്കാം, അവർ നന്നായേക്കാം, അവർ ദീൻ ഉൾക്കൊണ്ടേക്കാം, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലമായ ആ സംഭവം നടക്കുന്നത്. എന്താണ്? നബി ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും, അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം അങ്ങോട്ട് വരുന്നു. എന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അർഷിദിനി, നബിയെ നിങ്ങളെനിക്ക് അർഷിദിനി വഴി കാണിച്ചു തന്നാലും, കാര്യങ്ങൾ പറഞ്ഞു തന്നാലും, ശരിയായ മാർഗം നിങ്ങൾ പഠിപ്പിച്ചു തന്നാലും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തിരിഞ്ഞു കളഞ്ഞു. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം വരുന്നു, നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്നെ ഉപദേശിച്ചാലും, നിങ്ങൾ എനിക്ക് ഉപദേശം തന്നാലും. നബി ആ സലാം അടക്കി എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഒന്ന് മുഖം തിരിച്ചു. നബി തൻ്റെ സംസാരം തുടർന്നു. ഇതാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം. ആരാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം വന്നപ്പോഴാണല്ലോ ഈ ആയത്ത് ഇറങ്ങുന്നത്. അദ്ദേഹം ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം തഫ്സീറുകളിൽ കാണാം, ഇബ്നു ഉമ്മി മക്തൂം വൽ മഷ്ഹൂറു അന്ന ഇസ്മുഹു അബ്ദുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുല്ല എന്നാണ്.
വയുഖാലു അംർ, അംർ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. തഫ്സീറിൽ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം, അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം, അബ്ദുള്ളയാണ്, ഇബിൻ ഉമ്മു മക്തൂം. അതേപോലെ തന്നെ അംർ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് ആരിലേക്കാണ് ചേർത്തത്? അദ്ദേഹത്തിൻ്റെ പേര് ഉമ്മയിലേക്ക്, അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം അല്ലെ ഉമ്മി മക്തൂം അല്ലേ, ഉമ്മയിലേക്ക് ചേർത്താണ് പറയണത്, മാതാവിലേക്ക് ചേർത്താണ്. അത് സാധാരണ മാതാവിലേക്കല്ലല്ലോ ചേർക്കുക, പിതാവിലേക്കല്ലേ. എന്തുകൊണ്ടാണത്? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിൻ്റെ പേര് എന്തുകൊണ്ട് ഉമ്മയിലേക്ക് ചേർത്തു? വളരെ വലിയ വിശാലമായൊരു കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാം. ഖുറൈശികളുടെ ഇടയിലൊരു പതിവുണ്ട്. ഖുറൈശികളുടെ ഇടയിലുള്ള പതിവ്, പിന്നെ അവർ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഗോത്രങ്ങൾ പരിഗണിക്കും. ഖുറൈശികൾക്കിടയിൽ ഖുറൈശികൾ ഒരുപാട് ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾ എല്ലാവരും ഒരേ ദറജയിലുള്ള ആൾക്കാരല്ല, ഒരേ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരല്ല. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിൻ്റെ മാതാവ് ആത്തിഖ ബിൻതു ആമിർ ബിൻ മഖ്സൂമാണ്. ആത്തിഖ ബിൻതു ആമിർ ബിൻ മഖ്സൂം ഗോത്രക്കാരിയാണ് അവർ, മഖ്സൂം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ആരാണ്? ഖൈസ് ബിൻ സായിദ ബിൻ അസം, ഖൈസ് ബിൻ സായിദയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഗോത്രം എന്ന് പറയുന്നത് ബനു ആമിർ ഗോത്രമാണ്. ബനു ആമിർ ഗോത്രക്കാരനാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിൻ്റെ ബാപ്പ. അപ്പോൾ ഈ പിന്നെ ബനു മഖ്സൂം ഗോത്രത്തിൻ്റെ താഴെയാണ് കാറ്റഗറിയിൽ ഏത് ഗോത്രം? ബനു ആമിർ ഗോത്രം. അപ്പം അതുകൊണ്ട് തന്നെ ഖുറൈശികൾ മക്കൾക്ക് പേര് നൽകുമ്പോൾ ഏത് ഗോത്രമാണോ മുകളിൽ നിൽക്കുന്നത് അത് ഉമ്മാൻ്റെതാണ് എങ്കിൽ അതിലേക്ക് ചേർത്ത് വിളിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിൻ എന്ത് ചെയ്യുന്നത്? ഉമ്മയിലേക്ക് ചേർത്ത് വിളിച്ചത് എന്നാണ് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം ആരാന്ന് ചെറുതായിട്ട് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, ഉമ്മു മക്തൂം എന്നറിയപ്പെട്ട പേരാണ്. അതേപോലെ തന്നെ അമ്രി എന്ന അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹത്തിന് ഉമ്മാൻ്റെ പേര് ആത്തിഖയാണ്, ആത്തിഖ ബിൻതു ആമിർ ബിനു മഖ്സൂമാണ്. ബാപ്പയാരാണ്? ഖൈസ് ബിനു സായിദയാണ് ബാപ്പ. അവരുടെ ഗോത്രമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ ആയത്തിറങ്ങിയതിന് ശേഷം, ഈ സൂറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കും. ഫലമ്മ നസല ഫീഹി മാ നസല അക്റമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനെ ആദരിച്ചിരുന്നു എന്നാണ്, ബഹുമാനിച്ചിരുന്നു എന്നാണ്, ആദരവ് കൽപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണത്? എന്നിട്ട് നബി പറയും, അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം നബിയുടെ സമീപത്തേക്ക് വന്നാൽ നബി ചോദിക്കും, മാ ഹാജത്തുക, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഹൽ തുരീദു മിൻ ഷൈഇൻ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നബി എപ്പോൾ ഇദ്ദേഹത്തെ കണ്ടാലും അദ്ദേഹത്തോട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ അടുക്കുന്ന ഞാൻ ചെയ്തു തരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ അദ്ദേഹം ചോദിക്കും, നബി അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു എന്നാണ്. വേറെ റിവായത്തിൽ കാണാം, മർഹബൻ ബിമൻ അതബനി ഫീഹി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ തിരുത്താൻ കാരണക്കാരനായ, എന്നെ ഗുണദോഷിക്കാൻ കാരണക്കാരനായ ആൾക്ക് സ്വാഗതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനെ കാണുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ആയത്തിറങ്ങിയതിന് ശേഷം, അതിന് മുമ്പ് നബി ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ആയത്തിന് ശേഷം നബി വല്ലാത്തൊരാദരവ് അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഒരുപാട് പാടുണ്ട് നമുക്കൊക്കെ. ഇൻഷാ അല്ലാഹ് ഞാനത് പറയുന്നുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്കിയായിരുന്നു. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് കൊടുക്കുന്ന രണ്ടാളുകളിൽ ഒരാളാണ് ആര്? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം. ഒന്ന് ബിലാലാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തത് അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമാണ്. മക്കയിലും പ്രവാചകന് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതിലൊന്ന് അബൂ മഹദൂറയാണ്, അബൂ മഹദൂറ. അതേപോലെ തന്നെ സഅദുൽ ഖറളാണ് മക്കയിലെ ബാങ്കി. മക്കയിൽ 2 ബാങ്കിയുണ്ട്. അതേപോലെ തന്നെ മദീനയിൽ ബിലാലും മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരുമായിരുന്നു. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മദീനയുടെ ചുമതല പലപ്പോഴും അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനെ ഏൽപ്പിക്കുമായിരുന്നു. പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഏൽപ്പിക്കുമായിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂമിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കേട്ട ഒരാളാണ്. പ്രത്യേകിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ, വിശിഷ്യ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ കേൾക്കും അല്ലേ? അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം എന്ന് പറയുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരണോ? ഞാൻ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ വരണോ? കാരണം എന്താ? ഞാൻ അന്ധനാണ്, എൻ്റെ വീട് പള്ളിയിൽ നിന്ന് കുറേ ദൂരെയാണ്, പള്ളിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ ആരുമില്ല, അപ്പോൾ ഞാൻ പള്ളിയിൽ വരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, നീ പള്ളിയിൽ വരണ്ട.
അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴാണ് നബി ചോദിക്കുന്നത്, ഹൽ സമിഅ്തുമുന്നിദ, ബാങ്ക് വിളി നീ കേൾക്കാറുണ്ടോ? ബാങ്ക് കേൾക്കലുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ കേൾക്കലുണ്ട്. അപ്പം നബി പറഞ്ഞു, എങ്കിൽ നീ പള്ളിയിൽ വരണം. ആരോട്? കണ്ണ് കാണാത്ത വ്യക്തിയോട്. ജമാഅത്ത് നമസ്കാരത്തിന് കണ്ണ് കാണാത്തയാളോട് പോലും വരണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. ആ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഗൗരവം ആര് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം വഴിയാണ്. ഇതാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിൻ്റെ ചെറിയ ചരിത്രം. വളരെ വിശാലമായ ചരിത്രമല്ല, പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? നോക്കൂ നിങ്ങൾ, ആയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നുള്ളത് ആരെക്കുറിച്ചാണ്? നബിയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച പറയും. നബി എന്ത് ചെയ്തു? ഒന്ന് മുഖം തിരിച്ചു, അല്ലെങ്കിൽ മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടോ നബിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാത്ത, ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അദ്ദേഹം എന്നാണ് ഇവിടെ പറയുന്നത്. നബിൻ എങ്ങനെയാണ് പറഞ്ഞത്? അദ്ദേഹം മുഖം തിരിച്ചു, അല്ലേ? അദ്ദേഹം മുഖം തിരിച്ചു, അദ്ദേഹം തിരിഞ്ഞു കളഞ്ഞു. നബിനെ അള്ളാഹു ആക്ഷേപിക്കല്ല ചെയ്യണത്. അപ്പം ഇതിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് അബദ്ധമില്ല. ഇത് നബിനെ ആക്ഷേപിച്ചതല്ല, നബിനെ കുറ്റപ്പെടുത്തിയതല്ല. നബി നല്ലൊരു കാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്ന നല്ല കാര്യത്തേക്കാൾ ഒന്നുകൂടെ നല്ലതായ ഒരു കാര്യത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് നമുക്ക് വിശദീകരിക്കും, മനസ്സിലായോ? പ്രവാചക തിരുമേനി വലിയൊരു ദൗത്യം നിർവഹിക്കുകയാണ്. ആ ദൗത്യം നിർവഹിക്കുമ്പോൾ ഒരാൾ വരുന്നു, അപ്പം നബി ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ല ഒരു കാര്യം ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. ആ എന്തിനാ ഓർമ്മപ്പെടുത്തിയത്? നബിനെ താക്കീത് ചെയ്യാനല്ല, നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ്. ഇത് വായിക്കുന്ന ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് ഇതിലൊരു പാഠമുണ്ട്. മനസ്സിലായോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോടും മോശമായ രീതിയിൽ പെരുമാറുന്ന ആളല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മാന്യമായി പെരുമാറുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ ചിന്ത എന്താ? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കൂട്ടിലുള്ള കോഴിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ്, മുസ്ലിമാണ് അദ്ദേഹം, അല്ലേ? മുസ്ലിമായ ഒരാളാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന ആൾക്കാരോ, ഉബയ്യ് ഇബ്നു ഖലഫ്, അബൂജഹൽ, അതേപോലെ തന്നെ മറ്റുള്ള അവരൊക്കെ ആരാ? മുശ്രിക്കുകളുടെ നേതാക്കന്മാരാണ്. അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചാൽ വലിയ നേട്ടം ഉണ്ടാകും. അപ്പം നബി അവരെ കിട്ടിയപ്പോൾ അവരോട് തൗഹീദ് പറയാണ്, അവരോട് ദീന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി ചെയ്യുന്ന എത്രമാത്രം മഹത്വമേറിയ കാര്യമാണ്. അപ്പോഴാണ് ആര് വരുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം വരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നെന്താ വെച്ചാൽ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം മുസ്ലിമാണ്, അദ്ദേഹത്തിന് എപ്പോഴും ഉപദേശം കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു പ്രശ്നമുള്ളത്, നബി എങ്ങാനും അവരെ വിട്ട് ഇവരോട് സംസാരിച്ചാൽ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിലേക്ക് തിരിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവരൊക്കെ എഴുന്നേറ്റ് പോകും. പിന്നെ അവരെ കിട്ടുമെന്ന് ഉറപ്പില്ല. ആ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും? നബിനെ ബഹിഷ്കരിക്കും. പിന്നെ അവരേക്കാൾ ആ നാട്ടിൽ തറവാടിത്തം പരിഗണിക്കുന്നുണ്ട്, അല്ലെ? ഗോത്രങ്ങൾക്ക് സ്ഥാനമുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ആള് അവരുടെ ഗോത്രത്തെക്കാൾ താഴെയുള്ളൊരു ഗോത്രമാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ഒരാളെ പരിഗണിക്കുമ്പോൾ ഞങ്ങൾ ഉയർന്ന ഗോത്രക്കാർ, നബിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. ആ ആളുകൾ എന്ത് ചെയ്യും? ആ ആളുകൾ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ അത്തരമൊരു പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനോട് സംസാരിക്കാതെ എന്തു ചെയ്തു? അവരോട് സംസാരിച്ചു. അതിനെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം ചെയ്ത ശരിയാണ്, ആ ശരിയേക്കാൾ നല്ല ഒരു ശരിയെ അള്ളാഹു എന്ത് ചെയ്യണം? നബിയെ ഓർമ്മപ്പെടുത്താണ്. മനസ്സിലായോ? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ അള്ളാഹു അദ്ദേഹത്തിന് ഉപദേശം കൊടുത്താൽ അദ്ദേഹം അത് സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ല ആ ആളുകളുടെ പേരുകൾക്ക് പ്രസക്തി ഉണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ആ പേരുകളൊന്നും എടുത്തു നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന് ദഅവത്ത് നടത്തിയ ആളുകളുടെ പേരെടുത്തു. അംർ ഇബ്നു ഹിഷാം, അബൂജഹൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. വലീദ് ബിൻ മുഗീറ, അതേപോലെ തന്നെ ഉബയ്യ്, ഉമയ്യ്, ഉത്തുബത്ത്, ഷെയ്ബത്ത്, ഇവരൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി അന്ന് ദഅവത്ത് നടത്തിയ ആൾക്കാരൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആ ഉപദേശം അവർക്ക് ഗുണപ്പെട്ടിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാരാ? അള്ളാഹുവാണ്. അതിൽ മുസ്ലിമായതാരാ? മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവാണ്. നബിയുടെ പ്രവാചകന്റെ ബാപ്പയുടെ സഹോദരനാണ്, ബാപ്പാന്റെ സഹോദരനാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് നബിയെ വലിയ കാര്യമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹു പറയുന്നത് എന്താ?
ഇവരെക്കാൾ കൂടുതൽ ഫലം ചെയ്യുക, ഉപദേശങ്ങൾ ഫലം ചെയ്യുന്ന ആർക്കായിരിക്കും? ആ വന്ന അന്ധനായ മനുഷ്യനായിരിക്കും. അബസവ തവല്ല അൻ ജഅഹുൽ അഅമ എന്ന് തുടങ്ങി അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം അതാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റു ചില മസ്അലകൾ. ഇപ്പം ചില ആൾക്കാർ പറയാം, ഖുർആനിൽ എന്തെങ്ങനെ പ്രയോഗിച്ചത്? അബസവ തവല്ല അൻ ജഅഹുൽ അഅമ, അന്ധനായ ആൾ എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഉമ്മു മക്തൂം എന്ന് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ അബ്ദുള്ള എന്ന് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ അംർ എന്ന് പറഞ്ഞുകൂടാ? അദ്ദേഹം അന്ധനാണെങ്കിൽ എന്തിനാ അത് എടുത്തു പറഞ്ഞത്? ശരിയല്ല, എങ്ങനെ ചിന്തിച്ചാൽ നമുക്കും തോന്നില്ല, എന്തിനാ അങ്ങനെ പറഞ്ഞത്? അതൊരു പരിഹാസ വാക്കല്ലേ? ഒരു കണ്ണുപൊട്ടൻ, അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ഒരാൾ, കാല് ഞൊണ്ടിയായ മനുഷ്യൻ, അതൊരു ആക്ഷേപ വാക്കാണല്ലോ. ഇസ്ലാം ആക്ഷേപ വാക്ക് പറയാൻ അംഗീകാരം കൊടുക്കുമോ? പിന്നെ എന്തിനാ ഇങ്ങനെ അള്ളാഹു പ്രയോഗിച്ചത്? ആലോചിക്കാലോ, വേണമെങ്കിൽ ചോദിക്കുന്ന ഒരാൾക്ക് ചോദിക്കാലോ. അത്തരം ഒരു ചോദ്യം നമ്മൾ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. പഠിച്ചോ നോക്കൂ നിങ്ങൾ, എന്തിനാ അള്ളാഹു അഅമ എന്ന് പ്രയോഗിച്ചതെന്നറിയോ? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിന് അള്ളാഹു കൊടുത്തൊരു ആദരവാണത്. അദ്ദേഹത്തിന് കൊടുത്തൊരു ആദരവാണ്. ലോകം അവസാനിക്കുന്നത് വരെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ ആദരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ നേതാക്കന്മാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കയിലെ ഖുറൈശികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണ്ണ് കാണുന്നൊരു മനുഷ്യൻ വന്നിട്ട് സലാം പറഞ്ഞിട്ട് എനിക്ക് നിങ്ങൾ ഉപദേശം തരണമെന്ന് പറഞ്ഞാൽ നമ്മളതിനെങ്ങനെ കാണുക? അത് കേൾക്കുന്ന നമ്മൾ അയാൾ എങ്ങനെ കാണുക? നബി അവിടെ വലിയൊരു ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കണ്ണ് കാണുന്ന ചുറ്റുപാടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ ചെന്നിട്ട് നിങ്ങൾ ഇന്നൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എനിക്ക് ചില ഉപദേശം തരണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അത് വലിയ പ്രവാചകനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അനാദരവാണത്, ഒരു അനാദരവാണ് അല്ലേ? അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർ മനസ്സിലാക്കണം, നബിയുടെ മുമ്പിലേക്ക് വന്നതാര ഒരു അഅമയാണ്, അന്ധനായ മനുഷ്യനാണ്. അതുകൊണ്ട് അയാൾക്കറിയില്ല അവിടെ എന്താ നടക്കണം, അയാൾക്കറിയില്ല. അവിടെ അബ്ദുള്ള നബിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു മക്തൂം അംർ നബിൻ്റെ അടുക്കിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? എന്തൊരു മനുഷ്യൻ അയാളെന്ന് ചോദിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഒരു അഅമയായ അന്ധനായ മനുഷ്യൻ നബിൻ്റെ അടുക്കൽ വന്നത്? അയാൾ നബിനെ കണ്ടിട്ടില്ല, അയാൾ നബിനെ കാണൂല, എന്താ അവിടെ നടക്കണ അയാൾക്ക് അറിയില്ല, നബി ആരോടെ സംസാരിക്കണം എന്നറിയില്ല. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? സംസാരിച്ചത്. അതുകൊണ്ടാണ് നബിയോട് അയാൾ എന്ത് പറഞ്ഞത്? നബിയെ നിങ്ങൾ എനിക്ക് ഉപദേശം നൽകണം എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ ഖുർആൻ്റെ ശൈലി. അല്ലാതെ ഒരാൾക്കും തനാബസു ബിൽ അൽഖാബ്, ഖുർആൻ്റെ കൽപ്പനയാണ്. എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെയും നമ്മൾ ആക്ഷേപത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ മുസ്ലിം യാ ഫാസിഖ് യാ മുനാഫിഖ് അങ്ങനെ നമ്മൾ വിളിക്കാൻ പാടില്ല. ആ ഖുർആനിൽ അന്തെന്ന് വിളിച്ചിക്കണ്, അതുകൊണ്ട് ഞാനിനി ഞൊണ്ടിയെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒറ്റക്കണ്ണാന്ന് വിളിക്കും, അങ്ങനെയൊക്കെ പരിഹാസ പേരുകൾ വിളിക്കാൻ നമുക്ക് പാടില്ല. നോക്കൂ നിങ്ങൾ, ഇതിൽ എത്രമാത്രം സുന്ദരമാണ് ആ ഭാഗം എന്നുള്ളത്. ഖുർആൻ്റെ ശൈലി എത്ര മാധുര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരാളെ ആക്ഷേപിക്കാൻ പാടില്ല, ചീത്ത പേരുകൾ നമ്മൾ വിളിക്കാൻ പാടില്ല. പ്രത്യേകം നമ്മളത് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? പരിഹാസ വാക്കുകൾ കൊണ്ട് യാതൊരു ഹൈറുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ അവർക്കൊരു പേരുണ്ടാകും, നല്ലൊരു പേരുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടു കൂടെ എന്ത് ചെയ്യും? നമ്മൾ വിളിക്കുന്ന പേരുകളുണ്ടാവും അല്ലേ? ചെറിയ നമ്മൾ എന്താ പറയുക, ഒരു സന്തോഷത്തോടു കൂടെ അത്തരം പേരുകൾ വിളിക്കുന്ന അവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ പേരുകൾ വിളിക്കുക. ഇനി അവർക്കിഷ്ടമില്ലാത്ത പേരുകളാണെങ്കിൽ നമ്മൾ വിളിക്കാനും പാടില്ല. അവർക്കിഷ്ടമില്ലാത്ത പേരുകൾ നമ്മൾ അവരെ വിളിക്കാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകേണ്ട ഒരു പാഠമാണ്. അതേപോലെ തന്നെ ഈ സൂറത്ത് നമുക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു പാഠം നോക്കൂ നിങ്ങൾ, അള്ളാൻ്റെ റസൂലിൻ്റെ സത്യസന്ധത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധത ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പരിശുദ്ധ ഹറമിലെ ഇമാമ് ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. ഹറമിലൊരു ഇമാമ്, കുറേ ഇമാമുകളുണ്ട്, അതിലൊരു ഇമാമ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ദായിമാരാണ്, പ്രബോധകന്മാരാണ്. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഈ ആയത്തുകൾ ഓതി. എന്നിട്ട് പറഞ്ഞൊരു പ്രബോധകൻ സത്യസന്ധനായിരിക്കണം, ഒരു ദായിയായ ഒരാൾ സത്യസന്ധനായിരിക്കണം അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നല്ലതിലേക്ക് അള്ളാഹു നയിച്ച ആയത്താണ്. നല്ലതാ നബി ചെയ്യുന്നത്, അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് നബിക്ക് വേണമെങ്കിൽ മറച്ചു വെക്കാമായിരുന്നു, നബിക്ക് മറച്ചു വെച്ചുകൂടായിരുന്നു. ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ നബിയെ ഒന്ന് വിമർശിച്ച് ഒന്ന് എന്താ പറയുക, ഒന്ന് തിരുത്തിയാണ്ടുള്ളൊരായത്താണല്ലോ അല്ലേ? നബിനെ തിരുത്തിയാണ്ടുള്ളൊരായത്ത്, നബിക്കത് മറച്ചു വെച്ചുകൂടായിരുന്നു. നബി ഇത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. നബിൻ്റെ സത്യസന്ധത നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം നമ്മളോട് പറയുന്നൊരു പാഠമാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സത്യം പറയുന്ന ആൾക്കാരാകണം, നമ്മൾ സത്യസന്ധരാകണം. നമ്മുടെ അടുക്കൽ അപാകതകൾ എന്ത് ചെയ്യാൻ പാടില്ല? സംഭവിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇനി ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീഴ്ച പറ്റിയിട്ടില്ല. അത് ഉറപ്പിക്കണം.
നമുക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല, നബിക്ക് വീഴ്ച പറ്റിയോ? നബിക്കൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഇതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു വിധത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അള്ളാഹു നല്ലതിലേക്ക്, കുറച്ചുകൂടെ നല്ലതിലേക്ക് എന്ത് ചെയ്തു? വഴി കാണിച്ചു എന്നതാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ആയത്തുകളും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. നന്നായി ഖുർആൻ പഠിക്കുന്ന, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകളുമുണ്ട്. അല്ലാഹു അവരുടെ നല്ല ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.